ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് മാർക്കറ്റ് ഇനിയും ക്രാഷ് ആവാനായിട്ട് പോവാണ്, ഒരു 10K മാർക്കറ്റ് എത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് പോസിറ്റീവായിട്ടുള്ള, നിങ്ങൾക്ക് സന്തോഷം തരാനായിട്ട് സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ മറ്റുള്ള വീഡിയോകളിൽ ഞാൻ ഏറ്റവും അവസാനം പറയാറുള്ള ഒരു വാചകം ഞാൻ ഇപ്പോൾ പറയാണ്: ഈ ഒരു വീഡിയോ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസായിട്ട് എടുക്കാതിരിക്കുക. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള യാതൊരു തരത്തിലുള്ള അവകാശവാദവും ഞാൻ ഉന്നയിക്കുന്നില്ല. കാരണം ഞാനൊരു മനുഷ്യനാണ്, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ അനാലിസിസും കാര്യങ്ങളും നടത്തുന്നത്. സോ എനിക്ക് തീർച്ചയായിട്ടും തെറ്റ് പറ്റാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞേക്കാം. ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ഓക്കെ, ഒരു $US പെയറിലുള്ള മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയ, ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ കറണ്ട് പ്രൈസ് നോക്കുകയാണെങ്കിൽ 21K എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഏരിയ ഒരു ബോട്ടമായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതിനും താഴേക്ക് ഇനി പ്രൈസ് പോകില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ, മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള കുറച്ച് പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ, മുൻ ക്രാഷുകളിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ ബോട്ടമായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ കൊണ്ടുവരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് ഞാൻ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ ക്രാഷിൻ്റെ സമയത്തും നമുക്ക് ആദ്യം മുതലേ നോക്കാം. ഈ ഒരു 2011 ഈ ഒരു ചെറിയ ക്രാഷ് ഉണ്ടായപ്പോൾ ഈ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ ഒരു ഓവർ സോൾഡ് കണ്ടീഷനിലേക്ക് പോയിട്ടുള്ള കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ഓവർ സോൾഡ് കണ്ടീഷനിലേക്ക് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഈ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ ഒരു ഓവർ സോൾഡ് കണ്ടീഷനിൽ നിന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഈ ഒരു ക്രാഷിൻ്റെ ബോട്ടം ഏരിയ ആയിരുന്നു. ഓക്കെ, അതിനുശേഷം ഈ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ മുകളിലേക്ക് ബ്രേക്ക്ഔട്ട് ആയപ്പോഴാണ്, ഓവർ സോൾഡ് കണ്ടീഷനിൽ നിന്നും പുറത്ത് വന്നപ്പോഴാണ് ഒരു ബുൾ മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് 2013 സംഭവിച്ചിട്ടുള്ള ക്രാഷിൻ്റെ കാര്യം നോക്കിയാൽ നമുക്ക് ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ആ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് നിന്ന ആ ഒരു സമയത്ത് ഇതൊരു ബോട്ടമായിട്ട്, അതായത് ഈ ഒരു പ്രൈസ്, ഈ ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു ബോട്ടം ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള കാണാനായിട്ട് പറ്റും. ഇതിന് താഴേക്ക് പ്രൈസ് പിന്നെ പോയിട്ടില്ല. ഓക്കെ, ആൻഡ് ആ ഒരു സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പിന്നീട് ഒരു ബുൾ മാർക്കറ്റോടെ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ദെൻ വീണ്ടും 2018 ക്രാഷിൻ്റെ സമയം നോക്കുകയാണെങ്കിൽ വീണ്ടും സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ രീതിയിൽ ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് വന്നിട്ട് കാണാനായിട്ട് പറ്റും. ദെൻ ആ ഒരു ഏരിയ തന്നെയാണ് അവിടെയും ബോട്ടമായിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്. അതായത് സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് കണ്ടീഷനിൽ നിൽക്കുന്ന ആ ഒരു സമയമാണ് ഈ ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ ബോട്ടമായിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ തന്നെ അത് പുതിയ ഒരു ബുൾ മാർക്കറ്റിലേക്ക് വഴിവെക്കുകയുണ്ടായി. ആൻഡ് ഇപ്പോൾ നിൽക്കുന്ന ഏരിയ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിൽക്കുന്ന ഏരിയയും അതുപോലെ തന്നെ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്ററിൻ്റെ കണ്ടീഷൻ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ, സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓൾറെഡി ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയാണ് സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ നിന്നുകൊണ്ടിരിക്കുന്നത്. സോ മുൻ വർഷങ്ങളിലെല്ലാം സംഭവിച്ച പോലുള്ള കാര്യങ്ങളാണ് ഇവിടെയും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു ബോട്ടമായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ഈ ഒരു സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴായിരിക്കും ഒരു പുതിയ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ മുതലായിരിക്കും പുതിയ ഒരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ 20K എന്ന് പറയുന്ന, അല്ലെങ്കിൽ 18K മുതൽ 20K എന്ന് പറയുന്ന ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ഏരിയയിൽ ബൈ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം 2018 ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ടുള്ള 18K മുതൽ 20K വരെയുള്ള ആ ഒരു റേഞ്ച് ആയിരുന്നു 2018 ഓൾ ടൈം ഹൈ പ്രൈസ്. ഏകദേശം ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഇപ്പോഴും പ്രൈസ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി, ഇത് ബോട്ടമാണ്, ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ഒരു ബോട്ടം ഏരിയ ആണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ഈ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ റിമൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഡ്രോയിങ്സും ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു ഡെത്ത് ക്രോസ് കാണാനായിട്ട് പറ്റും. എന്താണ് ഡെത്ത് ക്രോസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലോങ് ടൈം മൂവിങ് ആവറേജും ലോങ് ടൈം ട്രെൻഡ് കാണിച്ചു തരുന്ന മൂവിങ് ആവറേജും ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് കാണിച്ചു തരുന്ന മൂവിങ് ആവറേജും തമ്മിലൊരു ക്രോസ് ഓവർ, താഴോട്ടൊരു ക്രോസ് ഓവർ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് ഡെത്ത് ക്രോസ് എന്ന് പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു 100 പീരീഡ് മൂവിങ് ആവറേജും അതുപോലെ തന്നെ ഒരു 20 പീരീഡ് മൂവിങ് ആവറേജ് ഞാൻ ഇടുന്നുണ്ട്. ആൻഡ് ഈ രണ്ട് മൂവിങ് ആവറേജുകളും എപ്പോഴൊക്കെയാണ് ഒരു ക്രോസ് ഓവർ സംഭവിച്ചിട്ടുള്ളത്, ആ സമയത്ത് എങ്ങനെയാണ് പ്രൈസ് പെർഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം.
ഏറ്റവും ആദ്യത്തെ ക്രോസ് ഓവർ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഏരിയയിലാണ്. അതായത് 2014 ക്രാഷിൻ്റെ സമയത്താണ് നമുക്ക് ഈ ഒരു ക്രോസ് ഓവർ കാണാൻ പറ്റുന്നത്. കൃത്യമായിട്ട് ആ ക്രോസ് ഓവർ എവിടെയാണെന്ന് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു ഏരിയയിലാണ്, ഈ ഒരു ക്യാൻഡിലാണ് ഈ ഒരു ക്രോസ് ഓവർ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നത്. ആൻഡ് ആ ഒരു ഏരിയ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതൊരു ബോട്ടമായിരുന്നു എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് പിന്നീട് അത് തിരിച്ചൊരു ക്രോസ് ഓവർ സംഭവിച്ചതിന് ശേഷമാണ് ഒരു പുതിയ ബുൾ മാർക്കറ്റിലേക്ക് ബിറ്റ് കോയിൻ കടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് വീണ്ടും 2018 ക്രാഷിൻ്റെ സമയത്ത് ഇതുപോലുള്ള ഒരു ക്രോസ് ഓവർ, ഒരു ഡെത്ത് ക്രോസ് എന്ന് പറയാവുന്ന ഒരു ക്രോസ് ഓവർ നമുക്കിവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലാണ് ക്രോസ് ഓവർ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് അതായിരുന്നു ആ ഒരു ക്രാഷിൻ്റെ ബോട്ടം ഏരിയ എന്ന് പറയുന്നത്. ദെൻ അവിടെ നിന്ന് പ്രൈസ് വീണ്ടും പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലൊരു മൂവ്മെൻറ്റ് ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന രീതിയിലുള്ള ഒരു ക്രോസ് ഓവർ സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ക്രോസ് ഓവർ സംഭവിച്ചിരിക്കുകയാണ്. സോ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പോലെ തന്നെ, കഴിഞ്ഞ ക്രാഷുകളിലെല്ലാം സംഭവിച്ച പോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ഒരു ബോട്ടം ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഇപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇതുപോലുള്ളൊരു ബോട്ടം ആണെന്ന് കാണിച്ചു തരുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടു. ഈ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്ലി ടൈം ഫ്രെയിമിലും വീക്ക്ലി ടൈം ഫ്രെയിമിലും ഇത്തരത്തിൽ ബോട്ടമാണ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ നമുക്കത് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടു എന്ന് വിചാരിച്ചതുകൊണ്ട് ഇതൊരു ബോട്ടം ഏരിയ ആയിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ടോ? അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു ട്രെൻഡ് റിവേഴ്സലോ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ്. സോ നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അവിടെ ഏത് രീതിയിലാണ് പ്രൈസിന് ഒരു പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സും ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടേക്ക് ഞാൻ ബോളിഞ്ചർ ബാൻഡ് ഇടുന്നുണ്ട്. ഓക്കെ, ബോളിഞ്ചർ ബാൻഡ് ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട്. അപ്പോൾ ബോളിഞ്ചർ ബാൻഡ് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. അതായത് ഈ അപ്പർ ബാൻഡും ലോവർ ബാൻഡും സ്ക്യൂസ് ആയിട്ട് വളരെയധികം തിങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, വളരെയധികം ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡോ അല്ലെങ്കിൽ ഒരു പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ട് നീങ്ങുന്ന ഒരു സമയമായിരിക്കും. പക്ഷേ ആ ഒരു സമയത്തിന് ശേഷം വളരെ വലിയ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും പ്രൈസിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത്. നമുക്കത് പല സമയത്തും കാണാനായിട്ട് പറ്റുന്നുണ്ട് കൃത്യമായിട്ട്. ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രൈസ് ഒന്ന് ഈ ബോളിഞ്ചർ ബാൻഡ് സ്ക്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ദെൻ അതിനുശേഷം എവിടേക്കാണോ ബ്രേക്ക് ഔട്ട് സംഭവിച്ചത് ആ ഒരു ഡയറക്ഷനിലേക്ക് വളരെ വലിയൊരു മൂവ്മെൻറ്റോടെ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെയും പ്രൈസ് ഒന്ന് സ്ക്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. സോ ഇവിടെ നിന്ന് മുകളിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഡെയിലി ടൈം ഫ്രെയിമിൽ നല്ലൊരു അപ് ട്രെൻഡ് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ബ്രേക്ക് ഔട്ട്, ഈ ഒരു ബോളിഞ്ചർ ബാൻഡ് ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് അങ്ങനെ പല സമയത്തും ഈ രീതിയിൽ ബോളിഞ്ചർ ബാൻഡ് ഒന്ന് സ്ക്യൂസ് ആവുന്നതിന് ശേഷം പല രീതിയിലുള്ള മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ബോളിഞ്ചർ ബാൻഡ് സ്ക്യൂസ് ആയതിനു ശേഷം മുകളിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയതിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് പല സ്ഥലങ്ങളിലും ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ബോളിഞ്ചർ ബാൻഡ് ഒന്ന് സ്ക്യൂസ് ആയതിനു ശേഷം മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുന്നു, നല്ല രീതിയിൽ തന്നെ അപ്പ് ആവുന്നു. ഓക്കെ, ബോളിഞ്ചർ ബാൻഡ് സ്ട്രാറ്റജിയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് ഒന്ന് കാണുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് അപ്പോൾ എങ്ങനെയാണ് ബോളിഞ്ചർ ബാൻഡ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അപ് ട്രെൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ ബിറ്റ് കോയിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ അതൊരു റെഡ് ക്യാൻഡിലാണ്, അതൊരു റിജക്ഷൻ ക്യാൻഡിലാണ്. സോ ഈ ഒരു ബോളിഞ്ചർ ബാൻഡിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരികയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ 19 മണിക്കൂറുകൾ കൂടിയുണ്ട് ഈ ഒരു ക്യാൻഡിൽ ഫോം ആവാനായിട്ട്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ ഇന്നത്തെ ദിവസം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. ആൻഡ് ഈ ഒരു ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡിൽ ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പേടിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഈ ഒരു ബോളിഞ്ചർ ബാൻഡ് സ്ക്യൂസിന് ശേഷം എങ്ങോട്ടാണോ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് അങ്ങോട്ട് ഗംഭീരമായിട്ടൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഈ ഒരു സെൻട്രൽ ലൈൻ, ഈ ഒരു മിഡിൽ ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ലോവർ ബോളിഞ്ചർ ബാൻഡിന് താഴേക്കാണ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ ഇവിടെ സംഭവിച്ച പോലെ വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ താഴേക്ക് നമുക്ക് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ബോളിഞ്ചർ ബാൻഡിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പ്രതീക്ഷിക്കാനായിട്ടുള്ളത്. ആൻഡ് ഞാനൊരു മന്ത്ലി CPR ഇൻഡിക്കേറ്റർ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് മന്ത്ലി CPR നോക്കുകയാണെങ്കിൽ നല്ലൊരു റിജക്ഷൻ ഏരിയയിലാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഒരു 21K മുതൽ 24K വരെ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ CPR ലെവൽ വരുന്നത്. ഈ ഒരു ഏരിയ ആണ് ഇവിടുത്തെ CPR ലെവൽ എന്ന് പറയുന്നത്. സോ പ്രൈസ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ബോളിഞ്ചർ ബാൻഡ് ബ്രേക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അപ് ട്രെൻഡിലേക്ക് കടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റും.
ആൻഡ് അടുത്ത മാസത്തെ ഇപ്പോൾ ജൂലൈ മാസമാണ്, ഓഗസ്റ്റ് മാസത്തിലെ CPR ലെവൽ, ഈ CPR ലെവലിന് മുകളിൽ ഈ രീതിയിലാണ് ഫോം ആവുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബുള്ളിഷ് ട്രെൻഡ് കൺഫേം ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. സോ ഇങ്ങനെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിമിലും വീക്ക്ലി ടൈം ഫ്രെയിമിലും പറഞ്ഞിട്ടുള്ള ഇപ്പോൾ നിൽക്കുന്ന ഏരിയയാണ് ബോട്ടം എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് തീർച്ചയായിട്ടും 100% ഒരു ബോട്ടമായിട്ട് തന്നെ മാറുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ആർക്കും തന്നെ ബോട്ടം പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസ് വെച്ചുകൊണ്ട് മുൻ വർഷങ്ങളിൽ ഏത് രീതിയിലായിരുന്നു അവിടെ പ്രൈസ് ആക്ഷൻ സംഭവിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു നമ്മുടേതായിട്ടുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു അനാലിസിസ് നടത്തുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കൂടുതലൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അത് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.